പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല തമ്പുരാനെ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബങ്ങൾ വസിക്കുന്ന വീടിരിക്കുന്ന മണ്ണ്, ഇവരുടെ ജോലി മേഖല, മക്കളുടെ പഠനം, ഭാവി ജീവിതം, അവരുടെ നിയോഗങ്ങള്, പ്രാർത്ഥനകള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ സമർപ്പിക്കുന്നു, ഇവിടുത്തെ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു, ധ്യാനങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാം കർത്താവെ സ്വർഗത്തിന്റെ അതിസ്വാഭാവികമായ കൃപകൾ കൊണ്ട് നിറച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 29-ാം തീയതി മുതലുള്ള ധ്യാനത്തെ പ്രത്യേകം പരമേൽപ്പിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള എല്ലാ ധ്യാനങ്ങളും, 2-ാം ശനി കൺവെൻഷൻ, തൃശ്ശൂരുള്ള ആദ്യ വെള്ളി കൺവെൻഷൻ, എല്ലാ മീഡിയ മിനിസ്ട്രീസ് എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ മക്കളുടെ പ്രാർത്ഥനയോർത്ത് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് അങ്ങയുടെ മക്കളും കുടുംബങ്ങളും ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കള് കൃപയാൽ നിറയപ്പെടാനും നമ്മുടെ കുടുംബങ്ങൾ ദൈവിക സംരക്ഷണത്തിൽ ഉറപ്പിക്കപ്പെടാനും ദൈവത്തോട് ചേർന്ന് നിന്ന് വളരാനും വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിന്റെ മേലും മക്കളുടെ മേലുള്ള തടസ്സങ്ങള്, പൈശാചിക ബന്ധനങ്ങള്, ചില ശാപത്തിന്റെ മേഖലകൾ കഴിയപ്പെടാനൊക്കെ വേണ്ടി കർത്താവിന്റെ കുരിശുമരണ ശക്തി, കർത്താവിന്റെ ദിവ്യകാരുണ്യ ശക്തി അവകാശപ്പെട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കളുടെ മേല് അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്നിട്ടുള്ള ശാപത്തിന്റെ ശക്തികള് വിട്ടുമാറി പോകണം. ചിലപ്പോ മക്കളെ അറിഞ്ഞോ അറിയാതെ ചില സമയത്ത് അപ്പൻ ശപിച്ചു, അമ്മ ശപിച്ചു, നീ ഗതി പിടിക്കത്തില്ല, നീ കണ്ടോ, നീ അനുഭവിക്കും, അങ്ങനെയൊക്കെ പറയപ്പെട്ട ശാപവാക്കുകൾ. ചില വൈദികര് അല്ലെങ്കിൽ സന്യസ്തര് ഈ മക്കളെ ശപിക്കും, നീ ഗതി പിടിക്കില്ല, നീ രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അതിനുവേണ്ടി അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ, അല്ലെങ്കിൽ ശപിച്ച, രാഗിയ, ഇങ്ങനെയുള്ള എല്ലാ ശാപത്തിന്റെ സാന്നിധ്യങ്ങളും ശക്തികളും നമ്മുടെ മക്കളെ വിട്ടുമാറി പോകണം. അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ നിന്ന് കടന്നുന്ന ശാപങ്ങൾ, അല്ലെങ്കിൽ ചില എതിർ പ്രാർത്ഥനകൾ, അസൂയ പൂത്ത് അല്ലെങ്കിൽ അസൂയ അത്രയേറെ വളർന്ന് നമ്മുടെ മക്കൾക്കെതിരെ ചെയ്ത നശിക്കാനുള്ള ചില ആശംസകൾ, എതിർ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ നിനക്ക് ലഭിക്കത്തില്ല, നീ ഒന്നിനും കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ പേരില് നമ്മുടെ മക്കളിലേക്ക് കടന്നു വന്ന എല്ലാ തടസ്സങ്ങളും ഈശോയുടെ നാമത്തില് വിട്ടുമാറി പോകണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ വന്നത് ഈ ശാപങ്ങളൊക്കെ നീക്കാനാണ്. ഗലാത്യർ 3:13 ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. ചില ശാപങ്ങള് ചില കാരണന്മാരെ വെറുതെ ശപിച്ചുകൊണ്ടിരിക്കും. ചില പ്രാക്ക്, വെറുവെറുപ്പ് മക്കൾക്കെതിരെ അല്ലെങ്കിൽ കുടുംബത്തിനെതിരെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ കടന്നു വന്നിട്ടുള്ള എല്ലാ ശാപങ്ങളും അതിലൂടെ കണ്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഈ ശാപത്തിലൂടെയൊക്കെ പിശാചിന് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ജീവിതത്തില് ചില അവകാശങ്ങൾ കിട്ടുന്നേ, ഇതൊക്കെ ബ്രേക്ക് ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ മേല് ആരിലൂടെയോ എന്തിലൂടെയോ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഇനി നമ്മിലൂടെ തന്നെ കടന്നു വന്നതിന് ശാപങ്ങള്, അല്ലെങ്കിൽ വൈദികര്, സന്യസ്തര്, അധ്യാപകര്, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവര്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നമ്മുടെ മക്കളെ ഈ ശാപത്തിന്റെ അടിമത്തിൽ വീഴ്ത്തി പഠനത്തിൽ ജയിക്കണില്ല, എന്ത് ചെയ്താലും ഗതി പിടിക്കണില്ല, ഏത് അറ്റംപ്റ്റും ഏത് പരിശ്രമങ്ങളും അങ്ങോട്ട് മുന്നോട്ട് പോകണില്ല, ജോലി കിട്ടണില്ല, വിദേശത്ത് പോകാൻ പറ്റണില്ല, പരീക്ഷ എഴുതിയിട്ട് തോറ്റു പോകുന്നു, ഒന്നിലും അത് ഗതി പിടിക്കാത്ത അവസ്ഥ. ഇങ്ങനെ ചില ശാപത്തിന്റെ ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കർത്താവെ എടുത്തു മാറ്റണം. നമുക്കറിയാം, ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ്. നമുക്കെതിരെ നിൽക്കുന്ന ചില എതിർ പ്രാർത്ഥനകൾ, നമ്മുടെ മക്കൾ പഠിച്ച് ജയിക്കരുത്, റിസൾട്ട്സ് നന്നായി പോകരുത്, കൃപയിൽ ജീവിക്കരുത്, ഇതൊക്കെ പിശാചിന്റെ പല തന്ത്രങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പലരെയും അവർ ഉപയോഗിക്കും. ചിലപ്പോൾ സ്വന്തം അപ്പനെ ഉപയോഗിക്കും, അമ്മേനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ വൈദികരെ ഉപയോഗിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ തലത്തില് നമ്മുടെ മക്കളുടെ മേൽ കടന്നു വന്നിട്ടുള്ള എല്ലാ ശാപശക്തികളെയും അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക അവകാശങ്ങളെയും
അതിലൂടെ കടന്നു വന്ന തടസ്സങ്ങള്, ബന്ധനങ്ങള്, കെട്ടുകള്, ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത നിസ്സഹായതകള്, ചില ബലഹീനതകള്, ദുശീലങ്ങള്, ചില ആസക്തികള്, ചില തർക്കദോഷങ്ങള്, സ്വന്തം ജീവിതത്തിൽ തന്നെ നശിപ്പിക്കണം തോന്നുന്ന ആത്മഹത്യ ചിന്തകള്, ഇതെല്ലാം വിട്ടുമാറി പോകണം. അതിനുവേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകമാവിധ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ തിരുരക്തത്തിന്റെ ജപമാല മറക്കാതെ വച്ച് കേൾക്കണം, പ്രാർത്ഥിക്കണം. രക്തത്താൽ വീണ്ടെടുക്കപ്പെടണം ഈ ശാപത്തിൽ നിന്ന്, ഈ പൈശാചിക പിടിയിൽ നിന്ന്. ദൈവം നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ അമ്മയോട് ചേർന്ന് നിന്ന് ആരാധനയില് ശാപത്തിന്റെ മേഖലയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യ കുഞ്ഞാടെ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, സകല പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂക്കപ്പെട്ട കർത്താവേ, ഇന്ന് പ്രത്യേകമാവിധത്തില് മാതാവിന്റെ മധ്യസ്ഥത്തില് യോസപിതാവിന്റെ സാന്നിധ്യത്തില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ മക്കളുടെ മേല് അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്നിട്ടുള്ള എല്ലാ ശാപത്തിന്റെ ശക്തികള്, ശാപവാക്കുകളുടെ ശക്തികള്, ശാപത്തിന്റെ എല്ലാ ആധിപത്യങ്ങള്, അവകാശങ്ങള് കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന തടസ്സങ്ങള്, ബന്ധനങ്ങള്, കെട്ടുകള്, ചില നിയമപരമായ അവകാശങ്ങള്, ആധിപത്യങ്ങള്, ഈശോയെ അവിടെ നിന്നെല്ലാം നിർവീര്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ അവരുടെ ജീവിതത്തില്, പഠനത്തില്, ജോലിയില്, ഭാവജീവിതത്തില്, വിവാഹ ജീവിതത്തില്, സാമ്പത്തിക മേഖലയില്, ആരോഗ്യ മേഖലയില്, സ്വഭാവത്തില്, വികാരങ്ങളില്, ആസക്തികളില് കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് വലിയ മോചനം നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ നിറഞ്ഞനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ശാപത്തിന്റെ ശക്തികൾ നിർവീര്യമാക്കപ്പെടട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് ഇപ്പോൾ പ്രവഹിപ്പിച്ചുകൊണ്ട് ഞങ്ങളിലൂടെയോ, ഞങ്ങളുടെ പാരമ്പര്യത്തിലൂടെയോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലൂടെയോ, അഭിഷിക്തരിലൂടെയോ, സന്യസ്തരിലൂടെയോ ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കടന്നു വന്നിട്ടുള്ള ശാപത്തിന്റെ ശക്തികൾ കർത്താവേ ഇപ്പോൾ ദിവ്യകാരുണ്യ ശക്തിയാൽ നിർവീര്യമാക്കപ്പെടട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങള്, ചില അവകാശങ്ങള് അവസാനിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ആ വലിയ ആശീർവാദത്തിനു വേണ്ടി, ആ വലിയ ശക്തിക്ക് വേണ്ടി, ആ വലിയ വിടുതലിനു വേണ്ടി ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ വിമോചനം പ്രാപിക്കട്ടെ. ആത്മശരീര സാമ്പത്തിക ഭൗതിക മേഖലകൾ എല്ലാ ശാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനായിട്ട് ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ചും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മേഖലയിൽ വിടുതലിനായിട്ട് നമ്മുടെ മക്കളെ കർത്താവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ അനുഗ്രഹത്തിലൂടെ വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് യേശുവേ അങ്ങയുടെ ശക്തി പ്രവഹിപ്പിച്ചുകൊണ്ട് എല്ലാ ശാപത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി തുതിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ ശക്തി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയ്ക്ക്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ശാപത്തിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. വിശുദ്ധ കുർബാനയാൽ ദിവ്യകാരുടെ നാഥനാൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പോഴും ഈ എപ്പോഴും ഈ എന്നേക്കും. ആമേൻ.